എടോ, നമ്മുടെ ലൈഫിലും കാണും അല്ലെ, നമുക്ക് ഒരുപാട് വാല്യൂ തരുന്ന, നമുക്ക് ഒരുപാട് പ്രയോറിറ്റി തരുന്ന, നമ്മളെ ഒരുപാട് ഹെൽപ്പും സപ്പോർട്ടും ചെയ്യുന്ന, ഒരുപാട് സ്നേഹിക്കുന്ന ഫ്രണ്ട്ഷിപ്സും റിലേഷൻഷിപ്സും ഫാമിലിയും ഒക്കെ കാണും അല്ലെ. നമ്മൾ വിചാരിക്കും അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, കിട്ടിക്കൊണ്ടിരിക്കട്ടെ എന്നുള്ള ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാവും അല്ലെ. ജയറാം മനസ്സിലക്കര എന്ന സിനിമയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്: അടുത്ത് ജീവനോട് ആരോഗ്യത്തോടുള്ളപ്പോൾ നമ്മൾ അവരുടെ വാല്യൂവും അവരുടെ സാന്നിധ്യവും അവരുടെ സ്നേഹവും അവരുടെ വാത്സല്യം നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മളതൊരു ഗ്രാൻഡഡ് ആയിട്ട് നമ്മൾ എടുക്കാറുള്ളൂ അല്ലെ, ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തുമായിട്ട് നമ്മൾ സ്വീകരിക്കാറുള്ളൂ. എന്നാൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നമുക്ക് അതിന്റെ സമയം കിട്ടുമ്പോൾ, മനസ്സ് തോന്നുമ്പോൾ, തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ, അവര് അകന്ന് ദൂരെ ആയി പോയി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമവും ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് പ്രയാസവും നമ്മുടെ ലൈഫിലും നമ്മുടെ മനസ്സിലും നമുക്ക് ഉണ്ടാവാറില്ല. കാരണം അവർ നമുക്ക് തരുന്ന വാല്യൂ, നമുക്ക് തരുന്ന പ്രയോറിറ്റി, നമുക്ക് തരുന്ന സമയം, ഇതൊക്കെ വാല്യൂബിൾ ആയ ഒരു സാധനമാണ്. നമുക്കത് പലപ്പോഴും ആ സമയം തിരിച്ചു കൊടുക്കാനോ, അത് മനസ്സിലാക്കി അവിടെ കൂടെ നിൽക്കാനോ, സ്നേഹിക്കാനോ, പരിഗണിക്കാനോ, അല്ലെങ്കിൽ നീ എങ്ങനെയുണ്ട്, നിനക്ക് ഓക്കെ ആണോ, നിനക്കതിൽ വിഷമമുണ്ടോ, നിനക്കതിൽ ബുദ്ധിമുട്ടുണ്ടോ, നിനക്ക് എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും എന്നുള്ള ചെറിയ ചെറിയ വാക്കുകളും ചെറിയൊരു സ്നേഹവും ഒരു പരിഗണനയും നമ്മൾ അവർക്ക് ആ കിട്ടുന്ന കാര്യം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷവും നമുക്ക് പലപ്പോഴും അതിന് മനസ്സോ സമയമോ ഉണ്ടാവാറില്ല. കാരണം നമുക്ക് നമ്മുടേതായ ലൈഫിൽ നമ്മുടെ തിരക്കുകളുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഫ്രണ്ട്ഷിപ്പിലോ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ കാണും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നമ്മുടെ മനസ്സിൽ തിരിഞ്ഞു കഴിയുമ്പോൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന ആളെ കൂടുതൽ നമ്മൾ പരിഗണിക്കാതിരിക്കാനോ വരുന്നത്. കഴിവതും നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ കഴിവതും അവരെ ചേർത്ത് പിടിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണത്തില്ലായിരിക്കും. ഈ വ്യക്തി തരുന്നതിലും കൂടുതൽ കെയറോ വാല്യൂ ടൈമോ എന്തോ ആയിക്കോട്ടെ മറ്റൊരു വ്യക്തി നമുക്ക് തരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അത് ആശ്രയിച്ച് നമ്മൾ അങ്ങോട്ട് പോകുമായിരിക്കും. എങ്കിലും ഈ വ്യക്തി തരുന്ന കുറവാണെങ്കിൽ പോലും നമ്മൾ കഴിവതും അതിനെ പരിഗണിക്കാനും അതിനെ അക്സെപ്റ്റ് ചെയ്യാനും അത് തിരിച്ചു കൊടുക്കാനുള്ള മനസ്സും സമയവും നമ്മൾ കണ്ടെത്തും. കാരണം ആ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് ആശിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ അയാൾക്ക് കിട്ടാതെ പോയതോ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാതെ പോയോ ഒന്നായിരിക്കും നമുക്ക് തരുന്നത്. നമ്മളത് പരിഗണിക്കാതെ, നമ്മളത് കാര്യമാക്കാതെ, തിരിച്ചു കൊടുക്കാതെ നമ്മൾ മാറി നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ ആശ്രയിക്കുമ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ട് അത് തിരിച്ചു കിട്ടാതെ ചിലപ്പോൾ ഒരു മൂലയ്ക്ക് മാറി നിന്ന് കരയുകയോ കഷ്ടപ്പെടുകയോ, ചിലപ്പം ചില വ്യക്തികൾ നമ്മൾ കണ്ടു ഡിപ്രഷനിലോട്ട് പോയി കഴിഞ്ഞാൽ സൂയിസൈഡ് വരെ ചെയ്യുന്ന വ്യക്തികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ആ വ്യക്തിയെ തള്ളിവിടാതെ നമ്മൾ കഴിവത് ചേർത്ത് പിടിക്കാനും സ്നേഹിക്കാനും, ഇനി നമുക്ക് കിട്ടുന്ന വാല്യൂ നമുക്ക് കുറവാണെങ്കിൽ നമ്മൾ അതിന്റെ രണ്ടിരട്ടി കൊടുത്ത് ആ വ്യക്തിയെ നമ്മളോട് ചേർത്ത് പിടിക്കാനും, ആ വ്യക്തി ഓക്കെ അല്ലെങ്കിൽ ആ വ്യക്തി ഓക്കെ ആക്കാനും, സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അത് മനസ്സിലാക്കി അയാളുടെ കൂടെ നിന്നാണ് സഹായിക്കുകയും, എടാ നീ ഓക്കെ ആണോ, എടി നീ ഓക്കെ ആണോ, നിനക്ക് എങ്ങനെയുണ്ട്, സുഖമാണോ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് നിന്റെ മനസ്സ് വിഷമിച്ചിരിക്കുമെന്ന് എനിക്കറിയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ, ഞാനില്ലേ നിന്റെ കൂടെ. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്കുകളിലൂടെ ആ വ്യക്തിയെ നമ്മൾ സന്തോഷിപ്പിക്കുകയും ആ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം, ഒരു സമാധാനം അല്ലേ. കഴിവതും നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ മറ്റൊരു വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്യാതെ നമുക്കൊരു സന്തോഷം കിട്ടുന്ന, ആ വ്യക്തിയിൽ സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും കാര്യം ചെയ്തു ആ വ്യക്തിയെ ചേർത്ത് പിടിക്കുകയും നമ്മുടെ മനസ്സിലും ആ വ്യക്തിയുടെ മനസ്സിലും മുഖത്തും ഒരു പുഞ്ചിരിയും സന്തോഷവും സമാധാനവും കൊണ്ടുവരാൻ കഴിവതും ശ്രമിക്കാം കേട്ടോ.